ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സിംഗപ്പൂർ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് സുഗമവും സുരക്ഷിതവുമായ ലോകോത്തര ഇമിഗ്രേഷൻ സൌകര്യം ഉറപ്പാക്കുന്ന അതിവേഗ ഇമിഗ്രേഷൻ വിശ്വസ്ത സഞ്ചാരി പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ കൊച്ചി വിമാനത്താവളവും. ഇന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. 9 വർഷം പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പ് ഇന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഗസയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാർ അംഗീകരിച്ച് ഇസ്രായേലും ഹമാസും. കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും. ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് കർണാടക സന്ദർശിക്കും. ഒരു ദിവസത്തെ സന്ദർശനത്തിനെത്തുന്ന ഉപരാഷ്ട്രപതി ധാർവാഡിലെ കാർഷിക കോളേജിലെ അമൃത് മഹോത്സവത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കർണാടകയിലെ ഹുബ്ബള്ളിയിലെ വരൂരിലുള്ള ശ്രീ നവഗ്രഹ തീർത്ഥ ക്ഷേത്രത്തിൽ സുമേരു പർവ്വത ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സിംഗപ്പൂർ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ഭവനിൽ സിംഗപ്പൂർ പ്രസിഡന്റിന് വിരുന്നും നൽകുന്നുണ്ട്. സിംഗപ്പൂർ പ്രസിഡന്റുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. അർദ്ധചാലകങ്ങൾ, വ്യാവസായ പാർക്കുകൾ, നൈപുണ്യം, കമ്പ്യൂട്ടർവൽക്കരണം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന് പുതു ഊർജ്ജം പകരാൻ സിംഗപ്പൂർ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് കഴിയുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇന്ത്യ സിംഗപ്പൂർ ഉഭയകക്ഷി ബന്ധത്തിന്റെ 60ാം വാർഷിക വേളയിലാണ് തർമൻ ഷൺമുഖരത്നത്തിന്റെ 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനം. ഭാരതീയ സംസ്കാരത്തിന്റെ ബോധം ആത്മീയതയാണെന്നും അതിന്റെ അടിത്തറ മാനവരാശിയെ സേവിക്കാനുള്ള മനോഭാവമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവി മുംബൈയിൽ ഇസ്കോണിന്റെ ശ്രീ ശ്രീ രാധാ മദൻ മോഹൻജി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മനോഭാവത്തിനനുസൃതമായി കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത്, ഉജ്വൽ യോജന പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതായും അദ്ദേഹം പറഞ്ഞു. हर घर में शौचालय बनवाना, हर गरीब महिला को उज्ज्वला का गैस कनेक्शन देना, हर गरीब को 5 लाख रुपए तक मुफ्त इलाज की सुविधा देना, 70 वर्ष की आयु से ऊपर के हर बुजुर्ग को इस सुविधा के दायरे में लाना, ये इसी सेवा भावना के साथ किए गए कार्य हैं जो मेरे लिए हमारी महान सांस्कृतिक परंपरा का प्रसाद है. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് സുഗമവും സുരക്ഷിതവുമായ ലോകോത്തര ഇമിഗ്രേഷൻ സൌകര്യം ഉറപ്പാക്കുന്ന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തുടക്കമിടും. മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊച്ചി, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലാണ് അതിവേഗ ഇമിഗ്രേഷൻ വിശ്വസ്ത സഞ്ചാരി പരിപാടി കേന്ദ്രമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിലൂടെ ഈ പരിപാടിയിൽ അംഗമാകാനാകും. രാജ്യത്തെ 21 വിമാനത്താവളങ്ങളിൽ പരിപാടി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയും കെനിയയും ജനാധിപത്യ മൂല്യങ്ങൾ, സുതാര്യത, നല്ല ഭരണം എന്നിവയിൽ മികവ് പുലർത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കെനിയ അറ്റോർണി ജനറൽ ഡോക്കസ് അഗിക് അബുയ ഓർഡറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘവുമായി കൂടിക്കാഴ്ച നടത്തവെയാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. ഇരു രാജ്യങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമുദ്ര സുരക്ഷ, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചും ശ്രീ ജിതേന്ദ്ര സിംഗ് പരാമർശിച്ചു. ഇന്ത്യ കെനിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. രാജ്യത്തിന്റെ സ്റ്റാർട്ടപ്പ് പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കാനും ആദരിക്കാനുമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഈ വേളയിൽ 9 വർഷം പൂർത്തിയാക്കുന്നു. രാജ്യത്ത് ഊർജ്ജസ്വലമായ സംരംഭകത്വ പരിസ്ഥിതി രൂപപ്പെടുത്താൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ ലോകത്ത് 3ാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയോടനുബന്ധിച്ച് ആരോഗ്യ സുരക്ഷയിലും പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി നേത്രകുംഭ് എന്ന പേരിൽ നേത്രചികിത്സയും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രതിദിനം 10,000 പേർക്ക് നേത്രപരിശോധന നടത്തുകയാണ് ലക്ഷ്യം. രജിസ്ട്രേഷൻ നടത്തിയ ശേഷം തീർത്ഥാടകർക്ക് ഡോക്ടർമാരെ കാണാനാകും. 40 സ്പെഷ്യലിസ്റ്റുകളും 100 ഒപ്റ്റോമെട്രിസ്റ്റുകളുമാണ് നേത്രപരിശോധന നടത്തുന്നത്. ചികിത്സ സൌജന്യമാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക ക്ഷണപ്രകാരം മഹാകുംഭമേളയ്ക്കെത്തുന്ന 10 രാജ്യങ്ങളിൽ നിന്നുള്ള 21 അംഗ പ്രതിനിധി സംഘം ഇന്ന് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തും. ഫിജി, ഫിൻലൻഡ്, ഗയാന, മലേഷ്യ, മൌറീഷ്യസ്, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, UAE എന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംഘത്തിലുള്ളത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും കൊച്ചിയിലെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പ് ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നയരൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരും നയതന്ത്രജ്ഞരും വ്യവസായ പ്രമുഖരും മറ്റ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽബുദൈവി ചടങ്ങിൽ പ്രത്യേക പ്രഭാഷണം നടത്തും. കണ്ണൂർ കണ്ണവം വനമേഖലയിൽ കാണാതായ ആദിവാസി യുവതിക്കായുള്ള തെരച്ചിൽ വീണ്ടും സജീവമാക്കാൻ തീരുമാനം. KP മോഹനൻ MLA അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തിരച്ചിൽ ശക്തമാക്കാൻ തീരുമാനിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വിറക് ശേഖരിക്കാനായി പോയ സിന്ധുവിനെ 2 ആഴ്ച മുൻപാണ് കാണാതായത്. സിന്ധുവിന്റെ വീട്ടുപരിസരത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരം ഡോഗ് സ്ക്വാഡിന്റെ കൂടി സഹായത്തോടെ സുശക്തമായ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. തെരച്ചിൽ മറ്റു ഭാഗങ്ങളിലും തുടരും. യുവതിയെ കണ്ടെത്താനുള്ള സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ സൌകര്യവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും KP മോഹനൻ MLA യോഗത്തെ അറിയിച്ചു. വനംവകുപ്പും പോലീസും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും നേരത്തെയും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഡ്രോൺ ക്യാമറയുടെ സഹായത്തോടെയും പരിശോധന നടത്തിയിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസ് നടപടി തുടങ്ങി. രാവിലെ 10 മണിക്ക് മുൻപ് കല്ലറ തുറന്ന് നടപടി പൂർത്തിയാക്കും. ഗസയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു. 42 ദിവസം നീണ്ടുനിൽക്കുന്ന കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും. ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ തനിയാണ് കരാർ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കരാറിന് അംഗീകാരം നൽകാൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ഇന്ന് ചേരുമെന്നാണ് റിപ്പോർട്ട്. മധ്യസ്ഥരുടെ ഇടപെടലിൽ ഉള്ള കരട് കരാറിന് അംഗീകാരം നൽകിയെന്ന് ഹമാസ് അറിയിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡനും കരാർ സ്ഥിരീകരിച്ചു. കരാറിനെ ഐതിഹാസികമെന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു. പുരുഷ ടീം പെറുവിനെ 70-38 എന്ന നിലയിൽ തോൽപ്പിച്ചു. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ 100-16 എന്ന നിലയിൽ ഇറാനെയാണ് തകർത്തത്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 7:30 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹോക്കി ഇന്ത്യ ലീഗിൽ പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ UP രുദ്രാസിനെതിരെ സ്ട്രാച്ചിറാർ ബംഗാൾ ടൈഗേഴ്സിന് ജയം. 3-5 ഗോളുകൾക്കാണ് ബംഗാളിന്റെ ജയം. ഇന്ന് വൈകിട്ട് റൂർക്കേലയിൽ നടക്കുന്ന മത്സരത്തിൽ വേദാന്ത കലിംഗ ലാൻസേഴ്സും ഡൽഹി SG പൈപ്പേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 8:15 മത്സരം. വനിതാ ഹോക്കിയിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ സ്ട്രാച്ചിറാർ ബംഗാൾ ടൈഗേഴ്സ് ഒഡീഷ വാരിയേഴ്സിനെ നേരിടും. ഡൽഹിയിലെ വായു ഗുണനിലവാരം മോശമായതിനെ തുടർന്ന് അനിവാര്യമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും നിരോധിച്ചു. ഡൽഹിയിലും ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൌതം ബുദ്ധ നഗർ ജില്ലകളിലും BS3 പെട്രോൾ, BS4 4 ചക്ര ഡീസൽ വാഹനങ്ങൾ ഓടിക്കുന്നതിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സിംഗപ്പൂർ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് സുഗമവും സുരക്ഷിതവുമായ ലോകോത്തര ഇമിഗ്രേഷൻ സൌകര്യം ഉറപ്പാക്കുന്ന അതിവേഗ ഇമിഗ്രേഷൻ വിശ്വസ്ത സഞ്ചാരി പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ കൊച്ചി വിമാനത്താവളവും. ഇന്ന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. 9 വർഷം പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പ് ഇന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഗസയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാർ അംഗീകരിച്ച് ഇസ്രായേലും ഹമാസും. കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും. ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.